കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ആ ദേവകൾ പൂജിതമായ വിഗ്രഹത്തിൽ ഭഗവാൻ ഇന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട് നിൽക്കണമെന്ന് അറിയില്ല. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിൽ വന്നിട്ട് ആ മഞ്ജുള വാരസ്യാരെയൊക്കെ ഒന്ന് സ്മരിച്ച് മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം വയ്ക്കുക. അപ്പോൾ ആ വെങ്കല ഗരുഡ ശില്പവും അതേപോലെ കുചേലൻ്റെ ശില്പമൊക്കെ കാണാം. അതങ്ങനെ കഴിഞ്ഞ് നേരെ വന്ന് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് തൊഴാം. അങ്ങനെ തൊഴുത് വരുമ്പോൾ നേരെ ആ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ആ ചുവരിൻ്റെ അടിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അനന്തശയനം കാണാം. അതും കഴിഞ്ഞ് നമ്മൾ നേരെ ആ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരികയാണ്. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ ഭഗവാന്റെ ആ വലിയ ബലിക്കല്ലും ഗജരാജൻ കേശവൻ്റെ 2 കൊമ്പുകളും നടുക്കുള്ള ലക്ഷ്മി ദേവീനെയൊക്കെ കണ്ട് തൊഴുത് വാതിൽപ്പടി കയറുകയാണ്. വാതിൽപ്പടി കയറുമ്പോൾ ഇടതുവശത്തെ മേൽപ്പത്തൂരിൻ്റെ ആ പീഠവും അതേപോലെ കെടാവിളക്കൊക്കെ കാണാം. അതുപോലെ ആ നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആദ്യത്തെ തൂണും നോക്കി തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ച. 2 കാൽപാദങ്ങൾ കാണാണ്ട്, കാൽത്തളകൾ അണിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുകളിലേക്ക് നോക്കിയാൽ അരയിൽ അരമണി കിങ്ങിണിയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അതേപോലെ മാറത്തൊരു മാങ്ങാമാല, ഒരു വളയം പോലത്തെ മാല, ഒരു പതക്കം പോലത്തെ മാല. കൈവളകൾ കാണാണ്ട്, തോൾവളകൾ കാണാണ്ട്, 2 കൈയിലും പൊന്നോടക്കുഴൽ ചാർത്തിയിട്ടുണ്ട്. ഒരു കയ്യിൽ കൊടുത്തപ്പോൾ എനിക്ക് അത് പോരാ, 2ാമത്തെ കയ്യിലും വേണമെന്ന് പറഞ്ഞിട്ട് 2 കയ്യിലും വാങ്ങിയിട്ടുണ്ട്. ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. പിന്നെ തിരുനെറ്റിയിൽ ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ പൊന്നിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ 2 തിരുമുടിമാലകളുണ്ട്, തെച്ചിയും തുളസിയും ആയിട്ടുള്ളത്, വെളുത്ത പൂവായിട്ടുള്ളത്. അതേപോലെ ഒരു ഉണ്ടമാലയാണ്, അത് തെച്ചി, തുളസി, വെളുത്തപ്പൂവ്, താമര എല്ലാം കൂടിയുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന്. ഇപ്പോൾ പൊതുവെ പൂർവാധികം ശക്തിയോടെ ശോഭയോടെയാണ്. കാരണം എന്താ വെച്ചാൽ ഗുരുവായൂരപ്പനെന്ന് ശുദ്ധിയായിരുന്നു, 25 കലശമായിരുന്നു, എല്ലാം കൂടി ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. എല്ലാവരും അപ്പോൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കിയിട്ട് സോപാനപ്പടിയിൽ നിന്ന് തൊഴുകയാണെന്ന് അങ്ങനെ വിചാരിച്ചോളൂ കേട്ടോ. നന്നായിട്ട് തൊഴുതോളൂ. അങ്ങനെ ഭഗവാന്റെ ആ സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങി അടുത്തുള്ള ആ അഗ്നികോണിലുള്ള ബലിക്കല്ലും അതുപോലെ ഭഗവാന്റെ തിടപ്പള്ളി, ആലിലെ കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് സപ്തമാതാക്കളെയും കണ്ട് തൊഴാം. അതിനുശേഷം ഗണേശനെ കണ്ട് തൊഴാനായിട്ട് വന്ന ഗണേശനെ കണ്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ കൊമ്പ്, തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ ചന്ദനം ചാർത്തിയിട്ടുണ്ട്. കിരീടം, സ്വർണത്തിൻ്റെ കിരീടം ചാർത്തിയിട്ടുണ്ട്. അതേപോലെ കാതിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട്. നല്ല മഞ്ഞ പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറിയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ആ മായാദേവീനെയും അതേപോലെ ആ കോർണറിലെത്തിയ ചെറിയ ഗണേശനെയൊക്കെ കാണാം. പിന്നെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുത് മേൽശാന്തിന് അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങാം. അതിനുശേഷം വാമന രൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ടു തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ അനന്തപത്മനാഭനെയൊക്കെ കണ്ടു തൊഴുത് നേരെ ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വരിക. സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് മുകളിലേക്ക് നോക്കിയ ഉഗ്രരൂപിയായ നരസിംഹസ്വാമിയെ കാണാം. അതേപോലെ തന്നെ ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മരെയും കാണാം. അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ നേരെ വീണ്ടും വരുമ്പോൾ ദശാവതാരത്തിലെ ബാക്കിയുള്ള വിഗ്രഹങ്ങൾ ശ്രീരാമചന്ദ്രനും ബലരാമനും ഭാർഗവരാമനും ശ്രീകൃഷ്ണനൊക്കെ കണ്ടു തൊഴാം. പിന്നീട് അങ്ങനെ മുരുകനെയും കണ്ടു തൊഴുത് ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരിക. ഹനുമാൻ സ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഇന്നവിടെ ധാരാളം പൂക്കളുണ്ട് കേട്ടോ, മാലകളുണ്ട്. വെറ്റിമാല ഉണ്ട്, അതേപോലെ തുളസിമാല ഉണ്ട്, തെച്ചിപ്പൂവുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ലിഖിതമാലയുണ്ട്, ധാരാളം കുങ്കുമമുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം.
ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അത് കഴിഞ്ഞ് രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കാം. അത് കഴിഞ്ഞ് നേരെ കിഴക്ക് വശത്തേക്ക് മുകളിലേക്ക് നോക്കിയാൽ കൊടിമരം കണ്ട് തൊഴാം. അതേപോലെ ഭഗവാന്റെ മണിക്കിണറും നൃത്താറയും കെടാവിളക്കൊക്കെ കണ്ട് തൊഴുത് നേരെ അടുത്ത ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ കുറൂരമ്മയും മേൽപ്പത്തൂരിനെയും വസുദേവരെയും നാരദരെയൊക്കെ അങ്ങനെ കണ്ട് തൊഴുത് നേരെ വടക്കേ നടയിൽ കൂടെ പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങാം. അത് കഴിഞ്ഞ് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാനായിട്ട് പോവാം. അങ്ങനെ വന്ന് ഭഗവതിയുടെ അടുത്ത് എത്തുമ്പോൾ മുഖത്തൊക്കെ ചന്ദനം കളഭം ചാർത്തിയിട്ടുണ്ട്. നല്ല രസമായിട്ട് നല്ലൊരു ദേവിയായിട്ട് ഇങ്ങനെ കാത്തിരിക്കണു ഭക്തരെ അനുഗ്രഹിക്കാനായിട്ട്. ധാരാളം മാലകളുണ്ട്, സ്വർണത്തിൻ്റെ മാലകളുണ്ട്, കിരീടം വെച്ചിട്ടുണ്ട്, പട്ടൊക്കെ ഞൊറിഞ്ഞെടുത്ത് വളരെ അതിസുന്ദരിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അമ്മയെ കണ്ട് തൊഴുത് അവിടുന്ന് വരുമ്പോൾ ആ കോർണറിലെത്തിയ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നോക്കി തിരിഞ്ഞു നിന്ന് മമ്മിയൂർ പോകുന്ന പോലെ സങ്കല്പിച്ച് മമ്മിയൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ച് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അപ്പോൾ നമുക്ക് മമ്മിയൂരപ്പൻ്റെ ദർശനം കിട്ടുന്ന പോലെയാവും. അത് കഴിഞ്ഞ് നേരെ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ഭഗവാനെ കണ്ട് തൊഴാം. അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങനെ വന്ന് കൂത്തമ്പലത്തിലും വന്ന് തൊഴുത് നമസ്കരിക്കാം. പിന്നീട് അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരെ അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമാം. അങ്ങനെ വന്ന് പ്രദക്ഷിണമായിട്ട് വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയും കണ്ട് തൊഴുത് പടിഞ്ഞാറേ നടയിൽ കൂടെ പുറത്ത് വന്ന് രുദ്രതീർത്ഥ കുളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴാം. പിന്നീട് അങ്ങനെ നാരായണാലയത്തിൽ വന്നിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം കണ്ടു തൊഴാം. അതിനുശേഷം ഭഗവതി നടയിലും കിഴക്കേ നടയിലൊക്കെ വന്ന് തൊഴുത് പിന്നെ തെക്കേ നടയിലെത്തി കൂവളത്തെ പ്രദക്ഷിണം ചെയ്യാം. പ്രദക്ഷിണം ചെയ്യുമ്പോൾ മഹാദേവനും പാർവതീ ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവരുടെ അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.